ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കൊപ്ര തേങ്ങ 2-3 വർഷമായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ആട്ടാനായിട്ടുള്ള കൊപ്ര തികയൂല്ലേനും എന്നാൽ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഇതിൽ കുറച്ചുണ്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. പിറ്റേ ദിവസം അത് നന്നായിട്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് 3 വിസിലേക്ക് അടുപ്പിച്ച് എടുക്കുകയാണ്. അങ്ങനെ കുക്കറിൽ അത് വെന്തതിന് ശേഷം അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ ചൂടാറിയതിന് ശേഷം അതൊരു മിക്സർ ജാറിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതെല്ലാതും ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ 2 പാത്രത്തിലായിട്ടാണ് എനിക്ക് അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ എന്നിട്ടൊരു നല്ല വൃത്തിയുള്ള തോർത്തെടുത്ത് കൊടുന്നൊരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ആ തേങ്ങ മൊത്തം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതോ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നല്ല പാല് കിട്ടും. അങ്ങനെ എല്ലാതും അങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ചണ്ടിയിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി തിരുമ്മി പിഴിഞ്ഞ് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാം. അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഈ പിഴിഞ്ഞെടുത്ത പാല് മൊത്തം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് വേറെയും വെള്ളം വേറെയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിറ്റേ ദിവസം അത് എടുക്കുമ്പോൾ കണ്ടില്ലേ, പാല് ഇതേപോലെ കട്ടയിട്ടും അടിയിൽ വെള്ളം വേറെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കട്ടയിട്ടുള്ള പാല് ഇതേപോലെ കത്തിയിട്ട് മുറിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഉരുളി കഴുകി വന്നിട്ട് ആ ഉരുളിയിൽ തന്നെ ഇട്ടിട്ടാണ് പാല് ഉരുക്കിയെടുക്കുന്നത്. അങ്ങനെ ഉരുളി അടുപ്പത്ത് വെച്ച് ഈ തേങ്ങാപ്പാൽ മൊത്തം അതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഉരുക്കി എടുക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായി ഉരുകി വരുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇത് തിളച്ച് അതിൻ്റെ വെള്ളം എല്ലാം വറ്റി പാല് മാത്രമായി മാറും. അങ്ങനെ ഇത് ചെളി പരുവം പോലെ ആയി ഉണ്ടാവും. എണ്ണ ഇങ്ങനെ മേലെ കണ്ടില്ല തെളിഞ്ഞ് ഇങ്ങനെ വരുന്നത്. കുറച്ച് നേരത്തെ ഒരു റിസ്ക്കുള്ള പണി തന്നെയാണിത്. നമ്മളെ കയ്യിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് കണ്ടപ്പോൾ ചളി പരുവാകും. ആ ചളി പരുവ് ഒരു ബ്രൗൺ നിറമാകുമ്പോഴാണ് നമ്മൾ പാകമായിട്ട് കണക്കാക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എണ്ണ അങ്ങനെ ഊറിങ്ങി നിൽക്കുന്നത്. അങ്ങനെ ഇത് നമ്മളെ ചളിപ്പരുവായി അത് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കണം. അങ്ങനെ പാകമായി. അപ്പോൾ സ്റ്റവ് ഓഫാക്കുകയാണ്. അങ്ങനെ നമ്മളതിലത്തെ ചണ്ടി ഇങ്ങനെ ആ ചട്ടുകത്തിൽ തന്നെ ഒന്ന് ഊറാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടാറിയതിന് ശേഷം അതൊന്നും ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തു. എണ്ണ വേറെ ചണ്ടി വേറെ ആക്കിയിട്ട് ചെരിച്ച് വെച്ചായിരുന്നു. അങ്ങനെ എണ്ണ നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് അത് ഊറ്റിയെടുക്കുകയാണ്. ഒരു കപ്പിലേക്കാണ് കോരി ഒഴിക്കുന്നത്. ഒരു കപ്പോളം എണ്ണ കിട്ടിയിട്ടുണ്ട്. അതൊരു ആപ്പിൾ ഫിസിൻ്റെ ഒരു കുപ്പിയാണ്, അതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു കുപ്പിയോളം കിട്ടിയിട്ടുണ്ട് എണ്ണ. കുറച്ചും കൂടി 100 വരാനുണ്ട്. അതും കൂടി ഒഴിക്കുകയാണെങ്കിൽ ഒരു കുപ്പിയോളം കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം.